സ്വർഗീയ ഉറപ്പ്, നിന്നെ വേട്ടയാടുന്ന ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ ജീവിതത്തിലെ അഗാധമായ ഇടങ്ങളിലേക്ക് ഞാനിപ്പോൾ കൈനീട്ടുകയാണ്. നീ ഇപ്പോൾ ലോകത്തിന്റെ മുമ്പിൽ കാണിക്കുന്ന പുറംകാഴ്ചയല്ല കുഞ്ഞെ ഇത്. ഉറച്ച ശബ്ദത്തോടും ധൈര്യഭാവത്തോടും നീ സംരക്ഷിക്കാൻ പഠിച്ച ആ സുരക്ഷിത ഇടവുമല്ല. നിന്റെ ഉള്ളിലെ മുറിവുകൾ ഇന്നും ജീവിക്കുന്നിടത്തിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. എന്റെ കുഞ്ഞെ, നീ തിരിഞ്ഞു നോക്കാൻ പോലും വേദനിക്കുന്നതുകൊണ്ട് നീ പൂട്ടിയിട്ട ആ ഇടം, ആരെങ്കിലും അങ്ങോട്ട് അടുക്കുമ്പോൾ നീ ഭയത്തോടെ വിറക്കുന്ന ആ ഇടം, അതെ, കൃത്യമായി ആ ഇടത്തിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കാരണം എന്റെ കുഞ്ഞെ, ആ ഭാഗത്തെ സൗഖ്യമാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നീ അറിയണം. നിന്റെ ഹൃദയം പൂർണ്ണമായും സൗഖ്യമാകും, ഭാഗികമായല്ലാത്താം. വെറുതെ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു സൗഖ്യമല്ല, മറിച്ച് മുൻപ് അനുഭവിച്ച വേദനകളൊക്കെ സത്യമായിരുന്നു എന്ന് നീ അത്ഭുതപ്പെടുന്ന വിധം കുഞ്ഞെ, അത് പൂർണ്ണമായും മാറും. അത് വെറും ഒരു ആഗ്രഹമല്ല, അതൊരു പ്രതീക്ഷയുമല്ല, അത് നിന്റെ ഹൃദയത്തെ സൃഷ്ടിച്ചവന്റെ വാഗ്ദാനമാണ്. നിന്റെ ഹൃദയത്തിന്റെ തകർന്ന ഓരോ കഷ്ണങ്ങളും എങ്ങനെ ഒട്ടിച്ചു ചേർക്കണമെന്ന് എനിക്ക് കൃത്യമായി അറിയാം. കുഞ്ഞെ, ആ ഭാരം നിന്റെ നെഞ്ചിനു മുകളിൽ അമർന്നിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഒരു ഭാരവുമില്ലാതെ ശ്വാസമെടുക്കുന്നത് എങ്ങനെയെന്ന് പോലും നീ മറന്നുപോയിരിക്കുന്നു. ആ വേദനകളെല്ലാം ഇപ്പോൾ നിന്റെ ശീലമായി കഴിഞ്ഞിരിക്കുന്നു. ഒഴിയാത്ത വേദനയുടെ ഒരു നിശബ്ദ സംഗീതം പോലെ അതൊരു ജീവിത രീതിയായി നീ മാറ്റി. നീ ഉണരുമ്പോൾ അതവിടെയുണ്ട്. പകൽ മുഴുവൻ അത് നിന്നെ പിന്തുടരുന്നു, ഉറങ്ങാൻ കിടക്കുമ്പോഴും അത് നിന്നെ പിന്തുടരുന്നു. ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് നീ വിശ്വസിച്ചു തുടങ്ങി. ഈ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് നീ സ്വയം ആശ്വസിച്ചു തുടങ്ങി. മാറ്റങ്ങളൊന്നും നീ പ്രതീക്ഷിച്ചതുമില്ല. ഈ വേദനയുമായി നീ പൊരുത്തപ്പെട്ടു. കാരണം അതിനോട് പൊരുത്തുന്നത് വെറുതെയാണ് എന്നും ആശ്വാസം പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണെന്നും നീ കരുതി. എന്നാൽ ആ അപകടകരമായ സമാധാനത്തെ ഇല്ലാതെയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സാഹചര്യങ്ങൾ മൂലം നീ തെറ്റായ ദിശയിലേക്ക് പോകാതിരിക്കുവാനും, നീ സ്വയം മനസ്സിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വിഡ്ഢിത്തമാണെന്ന് മനസ്സിലാക്കി തരാനും, എനിക്ക് ആരുമില്ല എന്ന് തോന്നൽ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിനക്ക് നൽകിയ ജീവിതം ഇങ്ങനെ മരവിച്ചു തീർക്കാനുള്ളതല്ല. അതിജീവനത്തിന് വേണ്ടിയുള്ള ഈ സർവൈവൽ മോഡ് ഒരിക്കലും നിന്റെ സ്ഥിരം അവസ്ഥയാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതൊരു താൽക്കാലികം മാത്രമാണ്. നീ എന്നെ കൂടുതൽ അറിയുന്നതിനും എന്നിലേക്ക് അടുക്കുന്നതിനും എന്നിലെ വിശ്വാസം വർദ്ധിക്കുന്നതിനും വേണ്ടി മാത്രമായിരുന്നു. കൊടുങ്കാറ്റ് കടന്നുപോകുന്നതുവരെ ഒളിച്ചിരിക്കാനുള്ള ഒരിടം. എന്നാൽ ആ കൊടുങ്കാറ്റിപ്പോൾ അവസാനിക്കുകയാണ്. ഞാൻ ആ അഭയസ്ഥാനത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നു. നിനക്ക് നേരെ ഞാൻ എൻ്റെ കൈകൾ നീട്ടുകയാണ്. കുഞ്ഞെ, പുതിയൊരു ലോകത്തിലേക്ക് എന്നോടൊപ്പം ഇറങ്ങി വരാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ അത് നിന്നെ ഭയപ്പെടുത്തിയേക്കാം. കാലങ്ങളോളം വേദനയിൽ ജീവിച്ചത് ഞാൻ. സൗഖ്യമെന്ന ചിന്ത പോലും ആ വേദനയേക്കാൾ കൂടുതൽ നിന്നെ ഭയപ്പെടുത്തിയേക്കാം. നിന്റെ മുറിവുകളെ ചുറ്റിയാണ് നീ നിന്റെ ജീവിതം കെട്ടിപ്പടുത്തത്. നിന്റെ തീരുമാനങ്ങളും ബന്ധങ്ങളും പ്രതീക്ഷകളും എല്ലാം നിന്റെ ഹൃദയത്തിലെ ആ വേദനയാലാണ് രൂപപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയുമ്പോൾ ഈ വേദന ഇല്ലാതെയായി മാറുമെന്ന് നീ ആശങ്കപ്പെടുന്നുണ്ടാവാം. വേദനകളൊന്നുമില്ലാതെ എങ്ങനെ ജീവിക്കണമെന്ന് നിനക്കറിയില്ല. നിന്റെ ആ ഭയം എനിക്ക് മനസ്സിലാവും. ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല. എന്നാൽ നിനക്ക് പരിചയമില്ലാത്ത നിന്റെ തന്നെ ഒരു പുതിയ രൂപം. ആ ഭയത്തിനപ്പുറത്ത് നിന്ന് ഞാൻ പറയുന്നു, ഒന്നും മറച്ചു പിടിക്കാതെ നിഷ്കളങ്കമായ നിന്റെ ഒരു രൂപം. നിന്റെ ഹൃദയം തകർന്ന ഓരോ നിമിഷവും എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. നീ ഏറ്റവും അധികം വിശ്വസിച്ച ഒരാൾ നിനക്ക് പുറംതിരിഞ്ഞു നിന്നപ്പോൾ, നീ നൽകിയ വിശ്വസ്തതയ്ക്ക് പകരമായ ചതി ലഭിച്ചപ്പോൾ എൻ്റെ കുഞ്ഞെ, നിന്റെ കണ്ണുകളിലുണ്ടായ ആ ദുഃഖം ഞാൻ കണ്ടു. കുഞ്ഞെ, നിന്റെ ആത്മാവ് പിടഞ്ഞത് ഞാൻ അറിഞ്ഞിരുന്നു. നിന്റെ വേദനയിൽ ഞാൻ കണ്ണടച്ചു. അതിന് കാരണം ആരെയും അതിരുകടന്ന് വിശ്വസിക്കരുതെന്ന പാഠം നീ പഠിക്കുന്നതിന് വേണ്ടിയാണ്. എൻ്റെ മകനെ, മകളെ, സത്യം ഒരു നാൾ മറന്നേക്ക് പുറത്തു വരും. സത്യം ഒരു നാൾ മറന്നേക്ക് പുറത്തു വരും. അന്ന് നീ അനുഭവിച്ച വേദനകളെല്ലാം ഇല്ലാതെയാക കുഞ്ഞെ. നിന്റെ മനസ്സ് വേദനിച്ചപ്പോൾ നിന്റെ ഹൃദയത്തോടൊപ്പം എൻ്റെ ഹൃദയവും വേദനിച്ചിരുന്നു. നിന്റെ മനസ്സ് വേദനിച്ചപ്പോൾ നിന്റെ ഹൃദയത്തോടൊപ്പം എൻ്റെ ഹൃദയവും വേദനിച്ചിരുന്നു. നീ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തി, അയാൾക്ക് നിന്നെ ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതിയായിരുന്നു. തുറന്ന ഹൃദയത്തോടെ ഇരിക്കുന്നത് അപകടമാണ് കുഞ്ഞെ. നീ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയരുത്. നിന്റെ തകർച്ചയിലും നേട്ടത്തിലും നിന്നോടൊപ്പം നിൽക്കുന്ന ഒരുവനെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ചേർത്ത് പിടിക്കുക മകനെ. അവൻ ചിലപ്പോൾ ദരിദ്രനായിരിക്കാം, എന്നാൽ അവന്റെ ഹൃദയം സമ്പന്നനേക്കാൾ വലുതാണ്. നല്ലതും ചീത്തയും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വിവേകത്തോടുകൂടി പെരുമാറുക, ജീവിക്കുക. നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നിനക്ക് തരും. നിന്നിൽ ഞാൻ എന്ന ഭാവം, ഞാൻ എല്ലാവരേക്കാൾ ശ്രേഷ്ഠനാണ്, വലിയവനാണ് എന്ന ഭാവം, അഹങ്കാരം, മനോഭാവം എന്നിവ നിന്നിൽ ഉടലെടുക്കുന്നു. നിന്നിലെ നിഷ്കളങ്കത എവിടേക്കോ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ ഇടപെടും. ചെറിയ തകർച്ചകൾ നിനക്കുണ്ടാകും. നിന്നിലെ ഞാൻ എന്ന അഹംഭാവം അവിടെ ഇല്ലാതെയാകുന്നു. എന്നിലേക്ക് തന്നെ തിരിച്ചു വരാൻ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരിയോ ആർദ്രവുമായൊരു പെരുമാറ്റമോ നീ മറ്റുള്ളവർക്ക് സമർപ്പിക്കുക. നിന്നിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഒരു മനസ്സിനുടമയായി ജീവിക്കുക കുഞ്ഞെ. നീ ഭയപ്പെടേണ്ട. ഇത്രയും കാലം കൊതിച്ച ആത്മബന്ധങ്ങളായിരിക്കും നിന്നെ കാത്തിരിക്കുന്നത്. അകത്തേക്ക് വരുന്നവരെല്ലാം സുരക്ഷിതരാണെന്ന് ഞാൻ പറയുന്നില്ല. ആ വിവേകം വീണ്ടെടുത്ത നിന്റെ വിശ്വാസവും നിന്റെ ആത്മാവ് കൊതിച്ച തരത്തിലുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. മകനെ, മകളെ, ധൈര്യമായിരിക്കുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്.
ആമേൻ.